പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരെ, 13 ദിവസത്തെ ശ്ലീഹാ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്ലീഹാത്വത്തിൻ്റെയും 12 എന്ന സംഖ്യയുടെയും ഒക്കെ അർത്ഥങ്ങളും അതിൻ്റെ ദൈവശാസ്ത്രപരമായ വേദപുസ്തകപരമായ അടിസ്ഥാനങ്ങളും ഒക്കെ നാം നമ്മുടെ ധ്യാനങ്ങളിൽ കൊണ്ടുവന്നു. ഇന്ന് ഒരു വേദവാക്യം വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നവൻ അവരോട് പറഞ്ഞു. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വേലയ്ക്കായി വിളിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഗലീല കടൽപ്പുറത്തുകൂടെ കർത്താവ് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ, ഒരാളുടെ പേര് ഷീമോൻ എന്നും മറ്റേയാളിൻ്റെ പേര് അന്ത്രയോസ് എന്നുമാണ്. ഈ 2 സഹോദരന്മാരെ വിളിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങളിനി മീനെ പിടിക്കണ്ട, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുന്നു. ഇത് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന അതിമനോഹരമായ ഒരു രംഗമാണ്. നമ്മുടെ കർത്താവ് തൻ്റെ രക്ഷണ വേലയ്ക്കായി ആരംഭിക്കുമ്പോൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. കർത്താവിൻ്റെ കാലഘട്ടത്തിന് ഒരു 4 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന വിശ്വപ്രസിദ്ധനായ ദാർശനികൻ സോക്രട്ടീസ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ചാണ് എടുത്തത്. അവരൊക്കെ ലോകോത്തരമായ നിലവാരമുള്ളവരായിരുന്നു. അവർ വലിയ പണ്ഡിതാഗ്രേസരികളും പണ്ഡിത ശിരോമണികളും ദാർശനികന്മാരും താർക്കികന്മാരും ഒക്കെയായിരുന്നു. അങ്ങനെയുള്ളവരൊക്കെയാണ് സോക്രട്ടീസ് തിരഞ്ഞെടുത്തത്. പ്ലേറ്റോയും അരിസ്റ്റോട്ടലും സെനോഫോണും ക്രിറ്റോയും ഒക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു, ദാർശനികരായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ അവനിങ്ങനെ പാണ്ഡിത്യത്തിൻ്റെ ഔന്നത്യമൊന്നും ആരും നോക്കിയില്ല. കർത്താവ് ഏറ്റവും താഴേക്കിടയിലുള്ളവരെയാണ് തിരഞ്ഞെടുക്കാനായി വരുന്നത്. മുക്കുവന്മാരെന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ് അവരുടെ ജീവനോപാധി. അങ്ങനെ ഫിഷിങ്ങുമായി കഴിയുന്ന ആളുകളെ യഥാർത്ഥത്തിൽ അവർക്ക് എന്തറിയാം? നമ്മുടെ ഈ കാലത്ത് പോലും ഇത്രയും ജനാധിപത്യം വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ നാളുകളിൽ പോലും വിദ്യാഭ്യാസ നിലവാരം വളരെ ഉയർന്നപ്പോഴും സാംസ്കാരികമായി നാം ഔന്നത്യം പ്രാപിച്ചപ്പോഴും ഒക്കെയും ഇപ്പോഴും ഈ തീരദേശങ്ങളിൽ താമസിക്കുന്ന മുക്കുവരുടെ ജീവിത രീതി നമുക്കറിയാം. അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഏറെക്കുറെ അകന്നു തന്നെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ 2000 വർഷം മുമ്പ് ഇങ്ങനെയുള്ളവരുടെ സ്ഥിതിയും ഗതിയും എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. യേശുക്രിസ്തു തിരഞ്ഞെടുത്തത് വളരെ സാധാരണക്കാരായ, ഒരുപക്ഷെ സമൂഹം ഒരു തരത്തിലും മാനിക്കാത്ത കുറേ മനുഷ്യരെയാണ്. തിരസ്കൃതരായവരെ, അധസ്ഥിതരെ, അരികുവൽക്കരിക്കപ്പെട്ടവരെ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരെയൊക്കെയാണ് കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് സ്വീകരിച്ചത്. അത് ശീമോൻ, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവർ 4 പേരും ബ്രദേഴ്സാണ്. 2 സെറ്റ് ബ്രദേഴ്സാണ്. അവർ 4 പേരും മുക്കുവന്മാരായിരുന്നു. പിന്നെയും മുക്കുവന്മാരുടെ ഒരു അല്പം ടച്ചൊക്കെ ഉണ്ടായിരുന്ന കുറേ പേരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം മീൻ പിടിക്കാൻ പോയവരിൽ 7 പേരെ നമ്മൾ കാണുന്നുണ്ട്. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും തോമസും പിന്നെ ബർത്തുൽമായിയും ഫിലിപ്പോസും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു മീൻപിടുത്തത്തിൻ്റെ ഒരു പശ്ചാത്തലമുള്ളവരാണ്.
അങ്ങനെ സമൂഹത്തിൽ വലിയ മാന്യതയൊന്നും കൽപ്പിക്കാഞ്ഞ, ഒരുപക്ഷെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുറേ പാവപ്പെട്ട മനുഷ്യരെ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അവരാണ് പിന്നീട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മഹാരഥന്മാരായി തീർന്നത്. ഒരുപക്ഷെ പ്ലേറ്റോയെക്കാളും അരിസ്റ്റോട്ടലിനേക്കാളും ഒക്കെ ഈ ലോകത്തെ സ്വാധീനിച്ചത് ഈ പാവപ്പെട്ട പത്രോസും അന്ത്രയോസും യാക്കോബും ഒക്കെയാണ്. എത്രയോ കോടി മനുഷ്യരുടെ ജീവിതങ്ങളെ സ്വാധീനിച്ച കുഞ്ഞു മനുഷ്യരായിരുന്നു ഈ പറഞ്ഞ കർത്താവിൻ്റെ ശിഷ്യന്മാരായ ഈ മുക്കുവന്മാർ. ഇതുകൂടാതെ തന്നെ കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് നോക്കിയാൽ ചുങ്കം പിരിക്കുന്നവർ, അവരെ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരാണ്. ചുങ്കം പിരിക്കുന്നവരുണ്ടായിരുന്നു, സമൂഹത്തിൽ വിപ്ലവകാരികളുണ്ടായിരുന്നു. അത് എരിവുകാരനായ ശീമോൻ എന്ന് പറയുന്ന ആൾ ഒരു വിപ്ലവകാരിയായിരുന്നു, സൈമൺ ദ സെലറ്റ് എന്ന് പറയുന്നയാൾ. അപ്പം അങ്ങനെ ഒരുപക്ഷെ സമൂഹത്തിന് വേണ്ടാത്ത കുറേ പേര്, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുറേ പേര്, സമൂഹത്തിൽ ഒരു തരത്തിലും മാന്യത കൽപ്പിക്കാത്ത കുറേ പേരെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരായി 12 ശ്ലീഹന്മാരുടെ ഗണത്തിലേക്ക് സ്വീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, എനിക്കെന്ത് വിദ്യാഭ്യാസം ഇരിക്കുന്നു, എനിക്കെന്ത് ആരോഗ്യം ഇരിക്കുന്നു, എന്നെ കണ്ടാൽ കൊള്ളത്തില്ലല്ലോ, എനിക്ക് ഇരുണ്ട നിറമാണല്ലോ, അതല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര സമൂഹത്തിൽ മാന്യതയില്ലല്ലോ, എൻ്റെ കുടുംബം അത്ര ശ്രേഷ്ഠമല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്നാലും കർത്താവിന് നീ മാന്യനാണ്, യേശു ക്രിസ്തുവിന് നീ വേണ്ടപ്പെട്ടവനാണ്. ആരും ഒരിക്കലും ദൈവസന്നിധിയിൽ അമാന്യരായി തീരുന്നില്ല. എവ്രിബഡി ഈസ് വർത്തി. എല്ലാവരും ദൈവസന്നിധിയിൽ മാന്യതയുള്ളവരാണ്. നമ്മുടെ കർത്താവായ യേശു മശീഹ സ്വർഗം ജയിച്ചിറങ്ങി വന്നപ്പോൾ ആട്ടിടയന്മാർക്കാണ് ആദ്യത്തെ ആ വലിയ സന്ദേശം കൊടുത്തതെന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരെയും തിരസ്കൃതരെയും ബഹിഷ്കൃതരെയും സമൂഹത്തിൽ പലതരത്തിൽ അവഗണന അനുഭവിക്കുന്നവരെയൊക്കെ കർത്താവ് വിളിച്ചു. നിന്നെയും കർത്താവ് വിളിക്കുന്നുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയവരും വലിയവരുമായ എല്ലാവരെയും കർത്താവ് വിളിക്കുന്നുണ്ട്. വേദങ്ങളിലൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം അക്ഷരം നാസ്തി എന്ന് പറഞ്ഞാൽ മന്ത്രത്തിന് വേണ്ടാത്ത ഒരു അക്ഷരവും ഇല്ല. കുറേ അക്ഷരം കൊള്ളുക, അതുകൊണ്ട് വരെ മാറ്റി നിർത്തിയേക്കാവുന്ന മന്ത്രങ്ങൾ വിചാരിക്കാറില്ല. ഇൻ പ്രെയർ എവ്രി ആൽഫബറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എവ്രി ലെറ്റർ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മുടെ അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും പ്രാർത്ഥനയിൽ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എവ്രി ലെറ്റർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ മന്ത്രം അക്ഷരം നാസ്തി, ആ മൂലം ഔഷധം നാസ്തി എന്ന് പറഞ്ഞാൽ ഔഷധം ഉണ്ടാക്കുമ്പോൾ, ആയുർവേദത്തിലെ ഔഷധക്കൂട്ടുണ്ടാക്കുമ്പോൾ അവിടെ വേണ്ടാത്ത ഒരു വേരെന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ വേരുകളൊന്നുമില്ല. എവ്രി റൂട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ സസ്യങ്ങളുടെയും റൂട്ടുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഔഷധ മൂല്യമുണ്ട്. അതുകൊണ്ട് എല്ലാ മൂലങ്ങളെയും ഔഷധങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ആ മൂലം ഔഷധം നാസ്തി, അയോഗ്യം മനുഷ്യം നാസ്തി എന്ന് പറഞ്ഞാൽ അയോഗ്യനായി ഒരു മനുഷ്യനുമില്ല. എവ്രിബഡി ഈസ് വർത്തി. ഓരോരുത്തർക്കും അവരവരുടേതായ മൂല്യമുണ്ട്. നമ്മുടെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ ഈ അഗണ്യകോടിയിൽ തള്ളപ്പെട്ടിരുന്ന പാവങ്ങളെ തിരഞ്ഞെടുത്ത് അവരെ ശക്തരാക്കി ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മഹാമനുഷ്യരാക്കിയതുപോലെ നമുക്കും കർത്താവിൻ്റെ പിന്നാലെ പോകാം. ഈ ശ്ലീഹ നോമ്പിൽ തൻ്റെ ശ്ലീഹന്മാരെ കർത്താവ് ഏതുവിധം ശക്തീകരിച്ചുവോ, ശുദ്ധീകരിച്ചുവോ, ബലപ്പെടുത്തിയോ അത്തരത്തിൽ പാവങ്ങളായി നമ്മളെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.